ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചുരിദാർ മെറ്റീരിയൽ വെച്ച് ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇതാണ് മെറ്റീരിയൽ ടോപ്പ്, ഇതാണ് ഇതിൻ്റെ ഷാള്. ഇതിൻ്റെ ബോട്ടം പാർട്ട് ഉപയോഗിച്ച് ഞാൻ ഓൾറെഡി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതൊരു മൾട്ടിപ്പിൾ കളറിലുള്ള മെറ്റീരിയലാണ്. കളർ മിക്സായി പല വിധത്തിലുള്ള കളർ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് 42 ആണ് ടോട്ടൽ ലെങ്ത് ഉള്ളത്. അതിൻ്റെ സെൻട്രലിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഇനി വിഡ്ത്ത് വൈസ് യൂസ് ചെയ്യാം, അതായത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ടും നിവർത്തിയിട്ട ശേഷം ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറേ വിഡ്ത്തായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇവിടെ കിട്ടുന്നത്. 20 ആണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ബെൽറ്റും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ 20 ലെങ്ത്തിനേക്കാൾ കൂടുന്നതാണ്. ഇതിൽ ഓൾമോസ്റ്റ് 3.5 മീറ്റർ മെറ്റീരിയൽ ഇപ്പോൾ ഇതിൽ ഉണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ. ഈ ഒരു സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റിലാണ് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് സ്കേർട്ട് ചെയ്യുന്നത്. ഇതേപോലെയുള്ള ഒരു സ്കേർട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ എഴുതി കൊടുക്കാം. അതുപോലെയാണ്, അതേ മെഷർമെൻറ്റിലാണ് ഇപ്പോൾ സ്കേർട്ട് ചെയ്യുന്നത്. ഒരു സ്കേർട്ടിൻ്റെ വിഡ്ത്ത് 27 ആണ് വരുന്നത്. ബാക്കി വരുന്ന വിഡ്ത്ത് മുഴുവനായിട്ടും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ഈ ഒരു മെഷർമെൻറ്റിലേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു ത്രെഡ് വലിച്ചാണ് ഞാനിതുപോലെ പ്ലീറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ 27 ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതേ ഒരു വിഡ്ത്തിലുള്ള ബെൽറ്റ് എടുക്കാം. ഇതുപോലെ 2 പീസ് എടുത്ത് രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് തിക്കാവാൻ വേണ്ടിയാണ്, മെറ്റീരിയൽ തിക്ക് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഒരു ബെൽറ്റിൻ്റെ ലെങ്ത്ത് 5 ആണ്, വിഡ്ത്ത് 27 ആണ്. ഇതാണ് നല്ല പാർട്ട്, ഫ്രണ്ട് പാർട്ടാണിത്. ആക്ച്വൽ വിഡ്ത്ത് 27 ആയതുകൊണ്ട് ഇലാസ്റ്റിക് 23യിലാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇലാസ്റ്റിക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഭാഗവും പിൻ ചെയ്ത് കൊടുത്ത് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസിയായി ചെയ്ത ഈ ഒരു സ്കേർട്ട് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.